മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് ഫറൂഖ് കോളേജിന് ഭൂമി നൽകിയ സിദ്ദിഖ് സേഠിന്റെ ചെറുമകൾ. മുനമ്പത്തെ ഭൂമി വഖഫാണെന്ന് തിരിച്ചെടുക്കണമെന്നും വഖഫ് ബോർഡിൽ ഹർജി നൽകിയ സിദ്ദിഖ് സേഠിന്റെ മകൾ സുബൈദയുടെ മകളാണ് നിലപാട് മാറ്റിയത്. അതേസമയം മുനമ്പ ഭൂമി വഖഫാണെന്ന് ഫറൂഖ് കോളേജ് മുമ്പ് സത്യവാങ്മൂലം നൽകിയിരുന്നുവെന്ന് വഖഫ് ബോർഡ് വാദിച്ചു. മുനമ്പം ഭൂമിയുടെ ഉടമസ്ഥ സംബന്ധിച്ച വാദം കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലിൽ ആരംഭിച്ചപ്പോഴാണ് മുൻ നിലപാട് മാറ്റി സിദ്ദിഖ് സേഠിന്റെ ചെറുമക്കൾ രംഗത്തെത്തിയത്. സിദ്ദിഖ് സേഠിന്റെ മറ്റു മക്കളായ ഇർഷാദ് സേഠും നസീർ സേഠും ഭൂമി വഖഫാണെന്ന നിലപാടിൽ തുടരുമ്പോഴാണ് സുബൈദയുടെ മക്കളുടെ നിലപാട് മാറ്റം. ഭൂമി ഫറൂഖ് കോളേജിന് രജിസ്റ്റർ ചെയ്തു നൽകിയപ്പോൾ ഭൂമിയുടെ ക്രയവിക്രയം ഫറൂഖ് കോളേജിന് നൽകിയതായി പരാമർശമുണ്ട്. മാത്രമല്ല, ശേഷിച്ച ഭൂമി ഉടമസ്ഥർക്ക് തിരികെ നൽകാൻ വ്യവസ്ഥയുണ്ടായിരുന്നു. ഇക്കാര്യങ്ങൾ ഭൂമി വഖഫ് അല്ലെന്നതിന് തെളിവാണെന്നാണ് സുബൈദയുടെ മക്കളുടെ അഭിഭാഷകർ വാദിച്ചത്. ഭൂമിയുടെ അനന്തരാവകാശികൾക്ക് പുതിയ വാദമുന്നയിക്കാമെന്ന വിശദീകരണമാണ് നിലപാട് മാറ്റിയ കക്ഷികളുടെ അഭിഭാഷകർ നൽകുന്നത്. അതേസമയം കേസുമായി ബന്ധപ്പെട്ട പറവൂർ സബ് കോടതി വിധി ഇന്ന് ട്രൈബ്യൂണൽ പരിശോധിച്ചു. 1964 മുനമ്പം ഭൂമിയിൽ ചിലർ കയ്യേറിയെന്ന പരാതിയുമായി ഫറൂഖ് കോളേജ് പറവൂർ സബ് കോടതിയെ സമീപിച്ചെന്നും 1969 മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന് കാണിച്ച് ഫറൂഖ് കോളേജ് സത്യവാങ്മൂലം നൽകിയെന്നുമാണ് വഖഫ് ബോർഡിന്റെ വാദം. എന്നാൽ അങ്ങനെയൊരു സത്യവാങ്മൂലം ഉണ്ടോ എന്ന് അറിയില്ലെന്ന് ഫറൂഖ് കോളേജിന്റെ അഭിഭാഷകൻ മായൻ പറഞ്ഞു. പറവൂർ കോടതിയുടെ പകർത്തിയെടുത്തിയൊന്നും പറയുന്നുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. അത് കോടതിയിൽ നിന്ന് ഹാജരാക്കും, പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഉത്തരവിൽ പരാമർശിക്കുന്നില്ല. അങ്ങനെ ഉത്തരവ് അവർ കൈ ഉണ്ട്, സർട്ടിഫിക്കറ്റ് കോപ്പി അവർ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അത് അവർ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഞാൻ കണ്ടിട്ടില്ല, ക്ലാരിറ്റി വരുത്താൻ പറ്റുള്ളൂ. മുനമ്പത്തെ ഭൂമി ദാനമായി കിട്ടിയതാണെന്നും വഖഫായി പ്രഖ്യാപിച്ച ബോർഡിന്റെ തീരുമാനം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് ഫറൂഖ് കോളേജാണ് വഖഫ് ട്രൈബ്യൂണലിൽ ഹർജി നൽകിയത്. ജനം, കോഴിക്കോട്.